വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിഷ് വാഷർ ക്ലീൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലാണ് എല്ലാ വേസ്റ്റും വന്ന് കൂടിയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. ഇതിൽ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നുമില്ല. കറി ലീവ്സൊക്കെ കാര്യമായിട്ട് ഇതിൽ കിടക്കാറുള്ളൂ. നമ്മൾ അധികവും പ്ലേറ്റൊക്കെ ഒന്ന് റിൻസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതും എടുത്തിട്ട് നന്നായിട്ട് രണ്ടും നമ്മുടെ സാധാരണ നോർമൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഫെയറോ മറ്റെന്തെങ്കിലും പ്രില്ലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം നെയ്യോ ഓയിലോ ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ആഴ്ചയിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഫിൽറ്റർ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊത്തത്തിലുള്ള ക്ലീനിങ് 3 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇതിനൊരു ബാഡ് സ്മെല്ല് വരും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ തന്നെ നമ്മൾ സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ അതിനൊരു ബാഡ് സ്മെല്ല് വരുമല്ലോ. അതുപോലെ തന്നെ എല്ലാ മെഷീൻസും വാഷിംഗ് മെഷീനാണെങ്കിലും ഡിഷ് വാഷറാണെങ്കിലും അവർ നമ്മളെ സഹായിക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനെയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ഒരുപാട് കാലം നമുക്ക് നന്നായിട്ട് ഈ മെഷീൻസൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സ്പോഞ്ച് എത്താത്ത സ്ഥലങ്ങളിലും ഉള്ളിലുമൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ നെറ്റും ഇതും നന്നായിട്ടൊന്ന് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലൊക്കെ ഓയിലിങ്ങനെ നിൽക്കും ചെറുതായിട്ട്, അധികമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹോട്ട് വാട്ടറിലാണല്ലോ ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇനി അടുത്തത് എല്ലായിടത്തും ഈ ഡിറ്റർജൻ്റ് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും സ്പോഞ്ച് വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കമ്പിയൊന്നും വെച്ച് ചെയ്യരുത്, അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രാച്ച് വീഴും. സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതൊക്കെ 3 മാസം കൂടുമ്പം ചെയ്താൽ മതി. ഈ ഫിൽറ്റർ മാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കഴിയുന്നതും പ്ലേറ്റിലും പാത്രങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പലരും പറയാറുണ്ട് അതൊക്കെ പണിയല്ലേന്ന്. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത് ശീലമായാൽ നമുക്ക് ഇതിൻ്റെ അത്ര ഉപകാരമുള്ള വേറൊരു സാധനം, പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾ സിങ്കിലിങ്ങനെ പാത്രം അടിഞ്ഞു കൂടുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ സൈഡുകളിലൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടും സ്പോഞ്ച് വെച്ചിട്ടൊക്കെ വൃത്തിയാക്കി എടുക്കണം. ഈ സൈഡുകളിലൊക്കെയാണ് വൃത്തിക്കേട് വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ വാഷിംഗ് മെഷീൻ്റെ അത്ര ഒന്നും കച്ചറ ഡിഷ് വാഷറിൻ്റെ അകത്തുണ്ടാവില്ല. ഇനി എല്ലായിടത്തും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കാണ്. അടിയിലോട്ട് വെള്ളം പോകുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ചെരിച്ച് പിടിച്ച് കൊടുത്താൽ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോവുകയും ചെയ്തോളും. അതുപോലെ തന്നെ ഞാനിപ്പം മെഷീൻ ഓണാക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണാക്കാത്തത് കൊണ്ട് തന്നെ അവിടെ വെള്ളം ആ ഹോളിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല. ഞാനൊരു ബൗൾ വെച്ചിട്ട് അവിടെയൊക്കെ അത് മുക്കിയെടുത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത്. സൈഡുകളൊക്കെ പ്രത്യേകം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. ഇനി പുറത്തെ സൈഡോടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അതിനൊക്കെ ഒരു ചെറിയ സമയം കണ്ടെത്താം. 15-20 മിനിറ്റൊക്കെ മതിയാവും മാക്സിമം. ഞാൻ ഇത് വീഡിയോ എടുക്കുക പോലും ആയിട്ട് എനിക്കൊരു ഏകദേശം അരമണിക്കൂറിൻ്റെ സമയം പോലും ആയിട്ടില്ല. പക്ഷെ നമ്മളതൊക്കെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഈ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കഴുകി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ മേൽഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവസാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് ഫിനിഷിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് ഡിഷ് വാഷ് ക്ലീനറാണ്. അതിൻ്റെ അകത്തുള്ള ക്ലീനിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇതിൻ്റെ അടപ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് പുൾ ചെയ്ത് കൊടുത്താൽ മതി. വലിച്ചെടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് മൂടി ഒരിക്കലും തുറക്കരുത്. എന്നിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം ഡിഷ് വാഷറിൻ്റെ പവർ ഓണാക്കുക. അങ്ങനെ ഞാനിതിപ്പോൾ ഓണാക്കി. അപ്പോൾ ഇതാ ഇവിടെ എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ട്. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, മെഷീൻ ക്ലീനർ. അത് മാത്രം നമ്മൾ പവർ സ്റ്റാർട്ടാക്കിയതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിപ്പം
259 ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി 3 മണിക്കൂറിന് ശേഷം തുറന്നിട്ട് ആ ബോട്ടിൽ നമ്മൾ എടുത്ത് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ഡിഷ് വാഷർ സൂപ്പർ.